ഹായ് ഡിയേഴ്സ്, ESI മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പ്രവേശന നടപടികൾ എന്തൊക്കെയാണ്? അതായത് 35% സീറ്റുകൾ ESI ഇൻഷൂർഡ് പേഴ്സന്റെ മക്കൾക്കായി നീക്കിവെച്ചിരിക്കുകയാണ്. അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ് എന്തൊക്കെയാണ്? ഏതൊക്കെ കോളേജുകളിലേക്ക് നമുക്ക് അപേക്ഷകൾ കൊടുക്കാം? അവിടെയുള്ള സീറ്റുകളുടെ എണ്ണം എത്രയാണ്? എങ്ങനെയാണ് IP സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം? MCCയിലേക്കുള്ള പ്രവേശന നടപടികൾ എങ്ങനെ? ഈ കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കും, ESIയുടെ IP വാർഡിലേക്കുള്ള അഡ്മിഷൻ MCCയുടെ 1ാം ഘട്ട റൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് 2ാം ഘട്ട റൗണ്ടിലാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുക. അതായത് നവംബർ 18 മുതൽ. അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. ആദ്യം തന്നെ IP സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ കരസ്ഥമാക്കാം എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. രാജ്യത്തെ ESI മെഡിക്കൽ കോളേജുകളിൽ 25% സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കോളേജുകളിൽ ESI അംഗങ്ങളുടെ മക്കൾക്കുള്ള IP കോട്ടയിലേക്ക് പ്രവേശന നടപടികൾ ആരംഭിച്ചു. കൊല്ലം നമുക്കറിയാം, കൊല്ലം പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജിൽ 39 സീറ്റുകളാണ് ഈ കോട്ടയിലുള്ളത്. അതുപോലെ തന്നെ ഇനി IP കോട്ടയിൽ പ്രവേശനം നേടുന്നവർക്ക് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് 2020-21 കിട്ടാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അതിന്റെ വെബ്സൈറ്റ് അഡ്രസ് നമ്മൾ നോക്കുക. വെബ്സൈറ്റ് അഡ്രസ് ശ്രദ്ധിക്കുക. esic.nic.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുക. ഇതിലൂടെ നമുക്ക് സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എങ്ങനെയാണ് അത് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. അതിന്റെ മുന്നേ ആയിട്ട് ഏതൊക്കെ കോളേജുകൾ സീറ്റുകൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏതൊക്കെ കോളേജുകളാണ് നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. ESI മെഡിക്കൽ കോളേജ് ഫരീദാബാദ് 43 സീറ്റുകളാണ് IP കോട്ടയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. അതായത് 35% സീറ്റുകളാണ് ഉള്ളത്. അതുപോലെ കൊൽക്കത്തയിൽ 65 സീറ്റുകളുണ്ട്. ചെന്നൈയിൽ 25 സീറ്റുകൾ. ബാംഗ്ലൂർ കർണാടകയിൽ 56 സീറ്റുകളാണ്. ഗുൽബർഗ കർണാടകയിൽ 56 സീറ്റുകളുണ്ട്. ഹൈദരാബാദിൽ 43 സീറ്റുകളാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ 20 സീറ്റുകളുണ്ട്. മാണ്ഡി ഹിമാചൽ പ്രദേശിൽ 36 സീറ്റുകളുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പരിചയമുള്ള കൊല്ലം പാരിപ്പള്ളിയിൽ 39 സീറ്റുകളാണുള്ളത്. അപ്പൊ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഇത്രയും സീറ്റുകളിലേക്ക് ആകെ 383 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ വർഷം 470 മാർക്ക് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ വർഷവും നമുക്ക് അതിന് മേലേക്കുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും അപേക്ഷിക്കാം. എന്നാലും നമ്മൾ ആ റേഞ്ച് പറയുന്നത് ഒരു 500 മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് കോട്ടയിൽ ഏറ്റവും ഫീസ് നിരക്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇത് എല്ലാ കുട്ടികളും ഇതിനുള്ള സർട്ടിഫിക്കറ്റുകൾ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അത് നമ്മൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇത് MBBS സീറ്റുകളാണ്. അതുപോലെ തന്നെ BDS സീറ്റുകൾ ഗുൽബർഗ കർണാടകയിൽ 28 സീറ്റുകൾ മാത്രമേ ഉള്ളൂ BDSനുള്ളത്. ഇനി നമ്മുടെ റിസർവേഷൻ സാധ്യതകൾ SC, ST, OBC, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, EWS എല്ലാവർക്കും ഇതിൽ ഈ ഒരു സീറ്റിലേക്കും റിസർവേഷനും കൂടി ഉണ്ട്. അതായത് ഓൾ ഇന്ത്യ കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസർവേഷനും IP കോട്ടയിലൂടെയുള്ള അഡ്മിഷനും ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. ഇപ്പൊ EWSകാർക്കും 10% സംവരണം ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചാൻസുകളുണ്ട്. ഈ 383 സീറ്റുകളിലേക്ക് എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. കാറ്റഗറി വൈസ് ആയിട്ടും നമുക്ക് അലോട്ട്മെന്റ് ലഭിക്കാവുന്നതാണ്. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടും ഇതിൽ തന്നെ നിങ്ങളെ പരിഗണിക്കാവുന്നതാണ്. ഇതിന്റെ ഫീസ് സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൽ ട്യൂഷൻ ഫീ പെർ ഇയർ 24,000 രൂപയാണ്. നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൊടുക്കാവുന്ന അതേ ഫീസ് തന്നെയാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് 5,000 റുപ്പീസും കൂടി ഉണ്ട്. ഹോസ്റ്റൽ ചാർജ് ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കും. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ പേ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത്
ഇപ്പൊ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു എമൗണ്ട് 24,000 രൂപ അടയ്ക്കേണ്ടത്. ഇനി ESI ഫണ്ട് അക്കൗണ്ട് നമ്പർ 2 പേബിൾ അറ്റ് സിറ്റി വേർ ദി കോളേജ് ഈസ് ലൊക്കേറ്റഡ്. നിങ്ങളുടെ ഏത് കോളേജിലാണോ നിങ്ങൾക്ക്, ഏത് സിറ്റിയിലുള്ള കോളേജിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്, ചെന്നൈയിലാണെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ, ആ ഒരു സിറ്റിയിലേക്കാണ് നിങ്ങൾ അതിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് അയക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും www.esic.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഇനി IP കോട്ടയിലേക്ക് എലിജിബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ സെപ്റ്റംബർ 30, 2019 മുമ്പേ ആയിട്ട് ഇൻഷ്യൂർഡ് പേഴ്സൺ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 30/9/2019 മുന്നേ ആയിട്ട് അച്ഛനോ അമ്മയോ ഒരു ഇൻഷ്യൂർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോട്ടയിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ആൺകുട്ടികൾ ആണെങ്കിൽ, അച്ഛനും അമ്മയും ഇൻഷ്യൂർഡ് ആണെങ്കിൽ പോലും ആൺകുട്ടികളുടെ ഏജും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. 21 വയസ്സിന് മുമ്പേയുള്ള ആൺകുട്ടികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ വളരെ കുറവായിരിക്കും. എന്നാലും അവരുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 31 ഡിസംബർ 2020 മുമ്പ് 21 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു ഡേറ്റും നിങ്ങൾ നോക്കുക. IP കോട്ടയിൽ പ്രവേശനം നേടുന്നവർ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഓൺലൈനായി അപേക്ഷിക്കാം. അതായത് സമയം നമ്മൾ നോക്കുക. ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നവംബർ 6 മുതൽ 9 വരെയാണ് സമയം. അത് വെബ്സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കാവുന്നതാണ്. നമുക്ക് അതിന്റെ ഒരു എങ്ങനെയാണ് ആ ഫോം പൂരിപ്പിക്കേണ്ടത്, നിങ്ങൾ ഈ esic.nic എന്ന വെബ് പേജിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എല്ലാം ഫോളോയിങ് ദി രജിസ്ട്രേഷൻ അപ്ലിക്കന്റ് ഈസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ഫോം ഫില്ലിംഗ് അപ്പ് ദ ഡീറ്റെയിൽ ആസ്ക്ഡ് ഫോർ. അപ്പൊ ഡീറ്റെയിൽസുകളെല്ലാം ചോദിക്കും. ആ രജിസ്ട്രേഷൻ ഫോമുള്ള എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് അത് പ്രിന്റ് ഔട്ട് എടുക്കുക. ആ ഫോം കംപ്ലീറ്റ് പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ കൊടുത്ത് അത് പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഇൻഷൂർ ചെയ്തയാളും വിദ്യാർത്ഥിയും ഒപ്പിട്ട രേഖകൾ സഹിതം ബന്ധപ്പെട്ട ESI ബ്രാഞ്ചിൽ നൽകി വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. നിങ്ങളുടെ വാർഡ് ഏതാണോ അവിടെ കൊടുത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. അപ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചിൽ നൽകേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ esic.nic.in എന്ന സൈറ്റിൽ നിങ്ങൾ ഫോം പൂരിപ്പിച്ച് അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. അതിന്റെ ഒരു കോപ്പി, നിങ്ങൾ സൈൻ ചെയ്ത കോപ്പി വേണം. അതിന്റെ ഒപ്പം തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അച്ഛനോ അമ്മയോ ആരാണോ IP വാർഡ് മെമ്പർ അവരുടെ 2 പാസ്പോർട്ട് സൈസ് വേണം. അതുപോലെ തന്നെ ESI കാർഡ് വേണം. ഇനി വേജ് സ്ലിപ്പ് ഫോർ സെപ്റ്റംബർ 2019 വരെയുള്ള നിങ്ങളുടെ ശമ്പളത്തിന്റെ സ്ലിപ്പ് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അറ്റൻഡൻസും നിർബന്ധമാണ്. അതിന്റെ ഒരു കോപ്പിയും കൂടി വേണം. അതിന്റെ ഒരു പ്രത്യേക ഡേറ്റ് നിഷ്കർഷിച്ചിട്ടുണ്ട്. 30/9/19 വരെയുള്ള കട്ട് ഓഫ് ഡേറ്റ് ആണ്. അതായത് 2018 മുതൽ 30/9/19 വരെയുള്ള അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. ഇനി ഡീറ്റെയിൽസ് ഓഫ് EPFO പേയ്മെന്റ് ഇൻ ROD എംപ്ലോയി ഇത് അവൈലബിൾ ആണെങ്കിൽ ആവശ്യമാണ്. അടുത്തത് കോപ്പി ഓഫ് പ്രൂഫ് ഓഫ് കാൻഡിഡേറ്റ് ഇൻ റെസിപ്പി ഓഫ് ഡിപെൻഡൻസ് ബെനിഫിറ്റ്, IP ഇൻ receipt of PDB, copy of affidavits of female candidates as annexure 4 and 5 ൽ പറഞ്ഞിട്ടുള്ള annexure പ്രകാരമുള്ള അഫിഡവിറ്റ്സ് ഉണ്ടായിരിക്കണം. ഇനി കുട്ടിയുടെ രേഖകൾ കൂടി ഉണ്ടാവണം. അതായത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. കാൻഡിഡേറ്റ്സ് ആരാണോ. നീറ്റ് അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. അതിന്റെ റോൾ നമ്പർ ഉണ്ടായിരിക്കണം. അപ്ലിക്കേഷൻ നമ്പർ അല്ല ഫില്ല് ചെയ്യേണ്ടത്, നീറ്റിന്റെ റോൾ നമ്പർ ആണ് ഫില്ല് ചെയ്യേണ്ടത്. കോപ്പി ഓഫ് പ്രൂഫ് ഓഫ് റെസിഡൻസ് ആണ്. കോപ്പി ഓഫ് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ SLCയുടെ കോപ്പി മതിയാകും. ഇനി സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അതിന്റെയൊക്കെ കോപ്പികൾ, അറ്റസ്റ്റഡ് കോപ്പികൾ ഉണ്ടായിരിക്കണം. ഇനി കോപ്പി ഓഫ് SC ST OBC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം കുട്ടികൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ആണ് ഉണ്ടാവേണ്ടത്.
അതുപോലെ തന്നെ EWSനും താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടി ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിർബന്ധമാണ്. അപ്പൊ ഈ രേഖകളെല്ലാം തന്നെ നമ്മൾ സൈൻ ചെയ്ത് നിങ്ങളുടെ ഏത് ബ്രാഞ്ച് ആണോ അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും രേഖകൾ നിങ്ങൾ കരസ്ഥമാക്കി വിദ്യാർത്ഥിയും ഒപ്പിട്ട് രേഖകൾ സഹിതം ബന്ധപ്പെട്ട ESIC ബ്രാഞ്ചിൽ നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാവുന്നതാണ്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, വളരെ കുറഞ്ഞ സമയമേ നമ്മുടെ കയ്യിലുള്ളൂ. 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് നമുക്ക് ഇതിന്റെ ഒരു സൈറ്റ്, നമുക്ക് ESIC എന്നുള്ള ഫോം കിട്ടാനുള്ള സൈറ്റുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റിന്റെ ഡേറ്റ് 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ്. ഇനി നിങ്ങളുടെ ലാസ്റ്റ് സബ്മിറ്റിംഗ് ഫിസിക്കൽ കോപ്പി 10-ാം തീയതി വരെ നിങ്ങൾക്ക് ഫിസിക്കൽ കോപ്പി നിങ്ങളുടെ ബ്രാഞ്ച് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ വളരെ കുറഞ്ഞ ഒരു ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, രേഖകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റ് അഡ്രസ് esic.nic.in ആണ്. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റുകളിൽ ആണ് നമ്മൾ IP കോട്ടയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ mcc.nic.in എന്ന വെബ്സൈറ്റും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇനി നിങ്ങൾക്കൊരു ബോണ്ടും കൂടി ഇവിടെ നമുക്ക് സമർപ്പിക്കാനുണ്ട്. നമ്മൾക്ക് IP വാർഡിലാണ് അഡ്മിഷൻ എങ്കിൽ നമ്മൾക്ക് 1 വർഷം നമ്മൾ ESI സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ ഔസർജൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം ESIയുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രോസ്പെക്ട്സിൽ അകത്ത് അവസാനം ഫോർമാറ്റ് കിടപ്പുണ്ട്. ആ ഫോർമാറ്റിൽ റവന്യൂ മുദ്രപതിപ്പിൽ പ്രിന്റ് ചെയ്ത് ഒപ്പിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഇനി എന്തൊക്കെയാണ് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട രേഖകൾ എന്നുള്ളത് നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് നമുക്ക് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.